അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിമെൻറ്റിനെ കുറിച്ചിട്ടാണ്. സിമെൻറ്റിൻ്റെ മാനുഫാക്ചർ എങ്ങനെയാണ്, അതിൻ്റെ സെറ്റിങ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കൺസ്ട്രക്ഷൻ പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്ന സിമെൻ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പോർട്ട്ലൻഡ് സിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിമെൻ്റ് എന്ന് പറയുന്നത് അത് പോർട്ട്ലൻഡ് സിമെൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോർട്ട്ലൻഡ് സിമെൻ്റ് എന്ന് അതിന് പേര് വന്നത്? ബിക്കോസ് ഇറ്റ് റിസംബിൾസ് ദ നാച്ചുറൽ ലൈം സ്റ്റോൺ ക്വാറീഡ് ഇൻ ദ പോർട്ട്ലൻഡ്, ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ടിൽ പോർട്ട്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ക്വാറി ചെയ്ത ലൈം സ്റ്റോണിനെ അതേ പ്രോപ്പർട്ടീസാണ് വിച്ച് ഈസ് ഈക്വലൻ ടു ദിസ് പോർട്ട്ലൻഡ് സിമെൻറ്റ്. ദാറ്റ് ഈസ് ദ സിമെൻറ്റ് ദാറ്റ് വി യൂസ് നൗ ഡേയ്സ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പോർട്ട്ലൻഡ്. അപ്പോൾ ആ സ്ഥലത്തിനെ സ്മരിച്ചുകൊണ്ടാണ് അവിടെ നിന്നുള്ള ലൈം സ്റ്റോണിൻ്റെ പ്രോപ്പർട്ടീസാണ് ശരിക്കും പറഞ്ഞ റിസംബ്ലൻസ് ആണ് നമ്മുടെ ഉപയോഗിക്കുന്ന സിമെൻറ്റിന്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പോർട്ട്ലൻഡ് സിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ലൻഡ് സിമെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഫൈനായിട്ടുള്ള ഗ്രേ പൗഡറാണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് മെയിൻലി ഓഫ് എ മിക്സ്ചർ ഓഫ് കാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് അലൂമിനേറ്റ് ദാറ്റ് ഹാർഡൻസ് അണ്ടർ വാട്ടർ. ഇപ്പോൾ പോർട്ട്ലൻഡ് സിമെൻറ്റ് അല്ലെങ്കിൽ സിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചറാണ്. എന്തിൻ്റെയൊക്കെ? കാൽഷ്യം സിലിക്കേറ്റിൻ്റെയും അലൂമിനേറ്റിൻ്റെയും ഒരു മിക്സ്ചറാണ്. ആൻഡ് ഇറ്റ് ഹാർഡൻസ് അണ്ടർ വാട്ടർ. വാട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? കട്ട പിടിക്കും അല്ലേ. ഇനി നമുക്ക് മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്, സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റെപ്സിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അതായത് സിമെൻറ്റ് മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് മെയിൻലി ഏതൊക്കെയാണ്? ലൈം സ്റ്റോണും ക്ലേയും ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ദ റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ് ആർ ലൈം സ്റ്റോൺ ആൻഡ് ക്ലേ. അത് ക്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് സിലിക്കയിലും അലൂമിനിയയിലും ഒക്കെ വളരെയധികം റിച്ച് ആയിരിക്കും. അതുപോലെ അതിൽ കുറച്ച് Fe2O3 ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻലി പൗഡേർഡ് ആയിട്ടുള്ള ലൈം സ്റ്റോൺ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. എന്തായിട്ട്? പൗഡേർഡ് ക്ലേ ആയിട്ട്. ഓക്കെ, ഫൈൻലി പൗഡേർഡ് ലൈം സ്റ്റോൺ ഈസ് മിക്സ്ഡ് വിത്ത് ഫൈൻലി പൗഡേർഡ് ക്ലേ ആൻഡ് ഈസ് മെയ്ഡ് ഇൻ ടു എ സ്ലറി ഇൻ വാട്ടർ. ഈ ഉണ്ടാക്കിയ സ്ലറി ഉണ്ടല്ലോ, ഏതിൻ്റെ? ഫൈൻലി പൗഡേർഡ് ലൈം സ്റ്റോണിൻ്റെയും ഫൈൻലി പൗഡേർഡ് ക്ലേൻ്റെയും കൂടി ഉണ്ടാക്കിയ ഈ സ്ലറി നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, ആ സ്ലറി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യാണ് അറ്റ് 1400 to 1500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത്തരത്തിലുണ്ടാക്കിയ റോ സ്ലറി നമ്മൾ ഹീറ്റ് ചെയ്യാണ് അറ്റ് 1400 to 1500 ഡിഗ്രി സെൽഷ്യസ് ഇൻ എ ലാർജ് റോട്ടറി കിൻ ലൈൻഡ് വിത്ത് ഫയർ ഫാബ്രിക്സ് ആൻഡ് ഹീറ്റഡ് ബൈ ബേണിംഗ് കോൾ ഗ്യാസ്. അപ്പം നമ്മൾ ലൈം സ്റ്റോണും ക്ലേയും കൂടെ രണ്ടും പൗഡർ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ലറി ഇൻ വാട്ടറിൽ ഉണ്ടാക്കി. ഈ സ്ലറി പിന്നീട് ഒരു സ്റ്റീലിൻ്റെ റോട്ടറി കിന്നിലെടുത്തിട്ട് ഹീറ്റ് ചെയ്യാണ് അറ്റ് 1400 to 1500 ഡിഗ്രി സെൽഷ്യസ്. ഈ റോട്ടറി കിന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഫയർ ബ്രിക്സ് കൊണ്ടൊക്കെ ലൈൻ ചെയ്തിരിക്കും. മാത്രമല്ല ഇത് നമ്മൾ ഹീറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഹൈ ടെമ്പറേച്ചർ 1400 to 1500 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കിട്ടുന്നത് കോൾ ഗ്യാസ് ബേൺ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ നടക്കുന്നു ഹൈ ടെമ്പറേച്ചറിൽ. എന്നിട്ട് കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ കാൽഷ്യം കാർബണേറ്റ്, അതായത് ലൈം സ്റ്റോണിൻ്റെ ഡീകമ്പോസിഷൻ വഴി ഉണ്ടാവുന്ന കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ വഴി ഉണ്ടാവുന്ന കാൽഷ്യം ഓക്സൈഡ്. ആ കാൽഷ്യം ഓക്സൈഡ് പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ ക്ലേയിൽ റിച്ച് ആണ് സിലിക്ക ആൻഡ് അലൂമിനാണ്. അപ്പോൾ ഈ കാൽഷ്യം ഓക്സൈഡ് പിന്നീട് ഈ സിലിക്കയും അലൂമിനിയം ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് ഇറ്റ് ഫോംസ് എ മിക്സ്ചർ ഓഫ് സിലിക്കേറ്റ്സ്, അലൂമിനേറ്റ്സ് ആൻഡ് അലൂമിനോ ഫെറൈറ്റ്സ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടിയും പറയാം. അതായത് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോണും ക്ലേയും ആണ്. ക്ലേയിൽ എന്തൊക്കെയുണ്ട്? സിലിക്ക, അലൂമിന, Fe2O3 ഒക്കെ ഉണ്ട്. അപ്പോൾ ഫൈൻലി പൗഡേർഡ് ആയിട്ടുള്ള ലൈം സ്റ്റോൺ എടുത്തു, ഫൈൻലി പൗഡേർഡ് ആയിട്ടുള്ള ക്ലേ എടുത്തു, രണ്ടും കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്ലറി പോലെ ഉണ്ടാക്കി. ആ സ്ലറി നമ്മൾ ഹീറ്റ് ചെയ്യുന്നു ഒരു റോട്ടറി കിന്നിൽ വെച്ചിട്ട്. സ്റ്റീലിൻ്റെ റോട്ടറി കിന്നാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഫയർ ബ്രിക്സ് കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം കോൾ ഗ്യാസ് ബേൺ ചെയ്ത് 1400 to 1500 ഡിഗ്രി സെൽഷ്യസ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ കിന്നിൻ്റെ ഉള്ളിൽ, റോട്ടറി കിന്നിൻ്റെ ഉള്ളിലെ ഡീഹൈഡ്രേഷൻ നടക്കുന്നു. എന്നിട്ട് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ വഴി കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു. ആ ഉണ്ടായ കാൽഷ്യം ഓക്സൈഡ് പിന്നീട് ക്ലേയിലുള്ള
സിലിക്കേനെയും അലൂമിനിയനെയും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു മിക്സ്ചർ ഓഫ് സിലിക്കേറ്റ്സ്, അലൂമിനേറ്റ്സ്, അതുപോലെ അലൂമിനോ ഫെറൈറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നു. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ ടു കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നീട് കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡൈ ഓക്സൈഡിനായിട്ട് കമ്പൈൻ ചെയ്ത് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവാം. പിന്നെ കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതുപോലെ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവാം. പിന്നെ കാൽഷ്യം ഓക്സൈഡും അതുപോലെ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡും കൂടി ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ഉണ്ടാവാം. അതുപോലെ ആ ഉണ്ടായ ട്രൈകാൽഷ്യം അലൂമിനേറ്റും കാൽഷ്യം ഓക്സൈഡും അയണിൻ്റെ ഓക്സൈഡും കൂടി ടെട്രാ കാൽഷ്യം അലൂമിനോ ഫെറൈറ്റ് ഉണ്ടാവാം. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ എഴുതേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ കാൽഷ്യത്തിൻ്റെയാണ് ഉണ്ടായത് അല്ലേ? കോമ്പൗണ്ട്സ് കറസ്പോണ്ടിങ് ടു കാൽഷ്യമാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ കോമ്പൗണ്ട്സ് ഓഫ് മെഗ്നീഷ്യം ഇവിടെ ചെറിയ തോതിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മുടെ ഒറിജിനൽ റോ മെറ്റീരിയൽസിലെ കുറച്ച് എമൗണ്ട് മെഗ്നീഷ്യം ഓക്സൈഡും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത് പോലെ ഇതിൻ്റെ കൂടെ സ്മോൾ എമൗണ്ട്സ് മെഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ മെഗ്നീഷ്യം ഓക്സൈഡ് ഈ റോ മെറ്റീരിയലിൽ ഉള്ളതുകൊണ്ട്. ഓക്കെ, ദെൻ അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ സിമൻറ്റ് ക്ലിങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു മാർബിൾ സൈസ്ഡ് ലംസ് പോലെ, മാർബിളിൻ്റെ പീസുകളൊക്കെയുള്ള ലംസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഗ്രീനിഷ് ബ്ലാക്ക് കളറായിരിക്കും ഈ സിമൻറ്റ് ക്ലിങ്കറിനെ ഉണ്ടാവുക. ഇനി സോ ദ ക്ലിങ്കർ ഫ്രം ദ കിൻ ഈസ് ഫസ്റ്റ് കൂൾ. അത് ആദ്യം തന്നെ നമ്മൾ കൂള് ചെയ്യണം. കൂള് ചെയ്തിട്ട് 150 ഡിഗ്രി സെൽഷ്യസിലാണ് കൂള് ചെയ്യുന്നത് ബൈ സർക്കുലേറ്റിംഗ് കോൾഡ് എയർ. എന്നിട്ട് അത് മിക്സ് ചെയ്യുന്നു എന്തൊക്കെയായിട്ട്? ജിപ്സം, അതായത് കാൽഷ്യം സൾഫേറ്റ് 2H2O, അതാണ് ജിപ്സം. അപ്പോൾ 2 to 3% ജിപ്സം നമ്മൾ ഈ സിമൻറ്റ് ക്ലിങ്കറിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഗ്രൗണ്ട് ചെയ്ത് ഫൈൻ പൗഡർ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ജിപ്സം എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ടു കൺട്രോൾ ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. സോ ജിപ്സം എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് എ റിട്ടാർഡൻറ്റ് ഓഫ് ക്യുക്ക് ഇനീഷ്യൽ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനുള്ള സിമെൻറ്റിൻ്റെ ആ ഒരു നേച്ചറിനെ കുറയ്ക്കുകയാണ് ജിപ്സം ചെയ്യുന്നത്. ആൻഡ് ബൈ കൺട്രോളിംഗ് ദ എമൗണ്ട് ഓഫ് ജിപ്സം ആഡഡ് വി ക്യാൻ കൺട്രോൾ ദ സെറ്റിംഗ് ടൈം ഓഫ് ദ ഫൈനൽ പ്രോഡക്റ്റ് വിച്ച് ഈസ് ദ പോർട്ട്ലാൻഡ് സിമെൻറ്റ്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്ന ജിപ്സത്തിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇല്ലേ, അതിൻ്റെ സെറ്റിംഗ് ടൈമിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്ക് സിമൻറ്റ് ക്ലിങ്കർ കിട്ടി. ആ സിമൻറ്റ് ക്ലിങ്കറിനെ നമ്മൾ ഫസ്റ്റ് തന്നെ 150 ഡിഗ്രി സെൽഷ്യസിൽ കൂൾ ചെയ്യണം, കൂൾഡ് ചെയ്ത് എത്തിക്കണം. അതായത് 1400-1500 ഡിഗ്രി സെൽഷ്യസിലുള്ള സാധനമായിരുന്നു. അതിന് നമ്മൾ കൂൾ ചെയ്തിട്ട് 150 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കണം ബൈ സർക്കുലേറ്റിംഗ് കോൾഡ് എയർ. പിന്നീട് ഇതിനെ 2 to 3% ജിപ്സം, കാൽഷ്യം സൾഫേറ്റ് 2H2O അത് ആഡ് ചെയ്യണം. എന്നിട്ട് ഗ്രൗണ്ട് ചെയ്ത് ഫൈൻ പൗഡർ ആക്കണം. അപ്പോൾ ജിപ്സം നമ്മൾ ആഡ് ചെയ്യുന്നത് ടു കൺട്രോൾ ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. ഇപ്പോൾ ജിപ്സം നമ്മൾ എമൗണ്ട് ആഡ് ചെയ്യുന്നത് മാറ്റി മാറ്റി നമുക്ക് എന്ത് ചെയ്യാം? വ്യത്യാസപ്പെടുന്നത് അനുസരിച്ചിട്ട് വി ക്യാൻ കൺട്രോൾ ദ സെറ്റിംഗ് ടൈം ഓഫ് ദ ഫൈനൽ പ്രോഡക്റ്റ്. വിച്ച് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ്? ദ പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ദെൻ നെക്സ്റ്റ് കാണുന്നത് കോമ്പോസിഷൻസ് ഓഫ് ദ പോർട്ട്ലാൻഡ് സിമെൻറ്റ്. പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കോമ്പോസിഷനുകളാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പോർട്ട്ലാൻഡ് സിമെൻറ്റിലുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് 10 to 20% dicalcium silicate, then 50 to 70% tricalcium silicate, 5 to 10% tricalcium aluminate, and 3 to 8% tetracalcium aluminoferrate. ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ സാധാരണ ഉണ്ടാവുക. ഓക്കെ, നേരത്തെ പറഞ്ഞുല്ലോ മെഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറഞ്ഞു. So due to the small amounts of this magnesium oxide present in the original raw material, corresponding silicates and aluminates of magnesium also will be present. അപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡ് റോ മെറ്റീരിയലിൽ കുറച്ച് ഉള്ളതുകൊണ്ട് കറസ്പോണ്ടിങ് എമൗണ്ട്സ് സിലിക്കേറ്റ്സ് ആൻഡ് അലുമിനേറ്റ്സ് ഓഫ് മെഗ്നീഷ്യം ഇറ്റ് മേ ഓൾസോ ബി പ്രസൻറ്റ് വിത്ത് ദ പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അനദർ വേ ഓഫ് എക്സ്പ്രസിങ് ദ അപ്രോക്സിമേറ്റ് ആവറേജ് കോമ്പോസിഷൻ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് കാൽഷ്യം ഓക്സൈഡ് 50 to 60% ഉണ്ടാവും, സിലിക്കൺ ഡൈ ഓക്സൈഡ് 20 to 25%, അലുമിനിയത്തിൻ്റെ ഓക്സൈഡ് ആണെങ്കിൽ 5 to 10%, മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് 2 to 3%, അയണിൻ്റെ ഓക്സൈഡ് 1 to 2%, ആൻഡ് SO3 വിൽ ബി അറ്റ് എ ലെവൽ ഓഫ് 1 to 2%. ഇതാണ് മെയിൻ കോമ്പോസിഷൻ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. നമുക്ക് നേരത്തെ കിട്ടിയ കമ്പോണൻസ് അത് എത്രമാത്രം പെർസെൻറ്റേജ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്
ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. ഇപ്പോൾ സിമെൻറ്റിൻ്റെ മാനുഫാക്ചർ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. മാത്രമല്ല എന്താണ് ജിപ്സത്തിൻ്റെ യൂസ്, അതൊക്കെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതാണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. അതിനെക്കുറിച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണുകയാണ്. അതായത് സിമെൻറ്റ് മിക്സ്ഡ് വിത്ത് ഹാഫ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ is quite plastic and can be easily applied to the masonry or concrete. അതായത് സിമെൻറ്റ് ഹാഫ് വാട്ടർ, അതിൻ്റെ സൈസിൻ്റെ ഹാഫ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് കോൺക്രീറ്റിംഗ് പർപ്പസസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ മിക്സ്ചർ ഡ്രൈ ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മുടെ സിമെൻറ്റ് മിക്സ്ചർ കൂടുതൽ ഡ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഹാർഡ് മാസമായിട്ട് മാറും. അതിനെയാണ് എന്ത് പറയുന്നത്, സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റിംഗ് ഓഫ് സിമെൻറ്റിൽ എന്തൊക്കെ പ്രോസസ്സുകളുണ്ട്? ഹൈഡ്രോളിസിസ് പ്രോസസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രേഷൻ റിയാക്ഷൻസും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രിസിപ്പിറ്റേഷൻ ഓഫ് കൊളോയിഡൽ ജെൽസ് ഫോംഡ് ബൈ ദ ഹൈഡ്രേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസ് ആൻഡ് ദെയർ റീഅറേഞ്ച്മെൻറ്റ്. അതായത് നമ്മുടെ സിമെൻറ്റ് മാനുഫാക്ചറിൽ ഉണ്ടാവുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടല്ലോ, അതിൻ്റെ പല കമ്പോണൻസിൻ്റെയും ഹൈഡ്രേഷനും അതിൻ്റെ റീഅറേഞ്ച്മെൻറ്റും ഒക്കെ വഴി ചില പ്രിസിപ്പിറ്റേഷൻ നടക്കുകയാണ് ഓഫ് കൊളോയിഡൽ ജെൽസ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് നടക്കുന്നത്. സോ വാട്ട് ഈസ് ദ മെയിൻ കോസ് ഓഫ് ദ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്? സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രിസിപ്പിറ്റേഷൻ ഓഫ് കൊളോയിഡൽ ജെൽസ് വിച്ച് ഈസ് ഫോംഡ് ബൈ ദ ഹൈഡ്രേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസ് ആൻഡ് ദെയർ റീഅറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ഹൈഡ്രേറ്റഡ് ജെൽസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയായിരിക്കും? സാധാരണ 2CaO, .SiO2, .xH2O. അതായത് അതിനെ പറയുന്നത് ഹൈഡ്രേറ്റഡ് ജെൽ ഓഫ് ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്നാണ്. അതുപോലെ വേറെ ഉണ്ടാവുന്ന ഹൈഡ്രേറ്റഡ് ജെല്ലാണ് 3CaO, Al2.Al2O3, .6H2O. അതായത് ഹൈഡ്രേറ്റഡ് ജെൽ ഓഫ് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഹൈഡ്രേറ്റഡ് ജെൽസും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡ്രേറ്റഡ് ജെൽസ് പിന്നെ എന്ത് സംഭവിക്കുന്നു, ലോസ് വാട്ടർ സ്ലോവിലി, പതുക്കെ അത് വാട്ടറിനെ ലോസ് ചെയ്യുന്നു, എന്നിട്ട് ഇവഞ്ച്വലി സെറ്റ് ചെയ്തിട്ട് ഒരു ഹാർഡൻഡ് മാസമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡ്രേറ്റഡ് ജെൽസ് വാട്ടറിനെ ലോസ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് സംഭവിക്കുന്നു, നോൺ ഹൈഡ്രേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ അതൊരു ഹാർഡ് മാസമായിട്ട് നമുക്ക് കാണപ്പെടുന്നു. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡും അലുമിനിയം ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെ? ബൈ ദ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് ദ സിലിക്കേറ്റ്സ് ആൻഡ് അലൂമിനേറ്റ്സ് ദേ ബൈൻഡ് ദ പാർട്ടിക്കിൾസ് ടുഗദർ, fill all the interstices and seal all the pores to make the mass leak proof. അപ്പോൾ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കൂടെ തീരെ ലീക്ക് ഉണ്ടാവില്ല. അതിനുള്ള മെയിനായിട്ടുള്ള കോസ് എന്താണ്? അതായത് ഇവിടെ കാൽഷ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡും അലുമിനിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാവുന്നുണ്ട് ഡ്യൂ ടു ദ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് സിലിക്കേറ്റ്സ് ആൻഡ് അലൂമിനേറ്റ്സ്. അപ്പോൾ ഇത് പാർട്ടിക്കിൾസിനെയൊക്കെ നന്നായി ബൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് എന്തെങ്കിലും ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഫില്ല് ചെയ്യുന്നു, എന്തെങ്കിലും പോഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സീല് ചെയ്ത് അങ്ങനെ ലീക്ക് പ്രൂഫാക്കി മാറ്റുന്നു. അപ്പോൾ ലീക്ക് പ്രൂഫാക്കി മാറ്റാനുള്ള മെയിൻ കാരണങ്ങൾ ഏതൊക്കെയാണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡും അലുമിനിയം ഹൈഡ്രോക്സൈഡും. ഓക്കെ, അത് പല പാർട്ടിക്കിൾസ് ആയിട്ടുള്ള അതിൻ്റെ ബൈൻഡിങ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം. ഇനി കുറച്ച് ഹൈഡ്രോളിസിസ് അതുപോലെ ഹൈഡ്രേഷൻ റിയാക്ഷൻസ് ഡ്യൂറിങ് ദ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് അത് വാട്ടറായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആവുന്നത്. അതുപോലെ ട്രൈകാൽഷ്യം അലൂമിനേറ്റ് വാട്ടറിൻ്റെ പ്രസൻസിലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും അലുമിനിയം ഹൈഡ്രോക്സൈഡും ആയിട്ട് മാറുന്നത്. അതുപോലെ ഡൈകാൽഷ്യം സിലിക്കേറ്റ് വാട്ടറിനായിട്ടുള്ള റിയാക്ഷൻ വഴി ഹൈഡ്രേറ്റഡ് ജെൽ ഓഫ് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആയിട്ട് മാറുന്നത്. അതുപോലെ ട്രൈകാൽഷ്യം അലൂമിനേറ്റ് വാട്ടറിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രേറ്റഡ് ജെൽ ഓഫ് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ഹൈഡ്രോളിസിസിനും ഹൈഡ്രേഷൻ റിയാക്ഷനും ഒക്കെ ഇത്തരത്തിലുള്ള ഹൈഡ്രോളിസിസ് ആൻഡ് ഹൈഡ്രേഷൻ റിയാക്ഷൻസ് നടക്കുന്നത് മൂലമാണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് നടക്കുന്നത്. ഈ ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൻ്റെ കെമിസ്ട്രിയാണ്, സെറ്റിംഗ് ഓഫ് സിമെൻറ്റിൻ്റെ മെയിൻ കെമിസ്ട്രിയാണ് ഇവിടെ പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞിരുന്നു ജിപ്സം ആഡ് ചെയ്യുന്നു എന്നുള്ളത് സിമെൻറ്റിലേക്ക്, അല്ലേ? എന്തിനാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്? സിമെൻറ്റ് ക്ലിങ്കറിലേക്ക് ആഡ് ചെയ്യുന്നു ജിപ്സം. എന്തുകൊണ്ടാണ്? നമുക്ക് സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ജിപ്സം, ദാറ്റ് ഈസ് കാൽഷ്യം സൾഫേറ്റ് 2H2O ആഡഡ്, combines with the fast setting tricalcium aluminate to give calcium sulfoaluminate which does not have the property of quick hydration.
This reaction thus increases the setting time and thereby improves the strength of the mass obtained after setting. അതായത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ഉണ്ട്, ആ ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആയിട്ട് നമ്മുടെ ആഡ് ചെയ്യുന്ന ജിപ്സം, അതായത് കാൽഷ്യം സൾഫേറ്റ് 2H2O CaSO4 2H2O ട്രൈകാൽഷ്യം അലൂമിനേറ്റിനെ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാവുന്നു? കാൽഷ്യം സൾഫോ അലൂമിനേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ കാൽഷ്യം സൾഫോ അലൂമിനേറ്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് ക്വിക്ക് ഹൈഡ്രേഷൻ. പെട്ടെന്ന് ഹൈഡ്രേഷൻ നടക്കുന്ന അത്തരത്തിലുള്ള പ്രോപ്പർട്ടി അതിന് ഇല്ല, ഈ ഉണ്ടാവണ കാൽഷ്യം സൾഫോ അലൂമിനേറ്റിന്. സോ അപ്പോൾ എന്ത് നടക്കുന്നു? നമുക്ക് ഈ സെറ്റിംഗ് ടൈമിനെ കൂട്ടാൻ പറ്റും. ഓക്കെ, ആൻഡ് വി ക്യാൻ ഇംപ്രൂവ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ സെറ്റിംഗ്. അങ്ങനെ സെറ്റിംഗ് വഴി ഉണ്ടാവുന്ന ആ മാസിൻ്റെ സ്ട്രെങ്ത്തിനെ കൂട്ടാനും സെറ്റിംഗ് ടൈമിനെ ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പം അതാണ് ജിപ്സനും ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ച്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ജിപ്സം, when it is added to the cement clinker, it combines with the fast setting tricalcium aluminate and it forms calcium sulfoaluminate. So this calcium sulfoaluminate, it does not show the property of quick hydration. So this reaction thus increases the setting time and thereby we can improve the strength of the mass obtained after setting. അപ്പോൾ ആ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി എന്താണ് സിമെൻറ്റിൻ്റെ യൂസസ്? അപ്പോൾ ഈ ഹൈഡ്രേഷൻ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി ജസ്റ്റ് പറയാനുണ്ട്. ഇത്തരത്തിലെ ഹൈഡ്രേഷൻ റിയാക്ഷനും ഹൈഡ്രോളിസിസും ഒക്കെ നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഹൈഡ്രേഷൻ റിയാക്ഷൻസ് ഒക്കെ എന്താണ്? ഹൈലി എക്സോതെർമിക് ആണ്. ഓക്കെ, അപ്പോൾ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് ഇവോൾവ് ചെയ്യാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൂള് ചെയ്യണം ഡ്യൂറിങ് ദ സെറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇത് അങ്ങനെ കൂള് ചെയ്യാനായിട്ടാണ് നമ്മൾ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ സർക്കുലേറ്റ് ഒക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അൺഈവൻ ആയിട്ടൊരു എക്സ്പാൻഷൻ ആയിരിക്കും കിട്ടുക സിമെൻറ്റിലെ. അങ്ങനെ അത് പെട്ടെന്ന് ക്രാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഈ പ്രോസസ്സിലെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നതും സർക്കുലേറ്റിംഗ് കോൾഡ് വാട്ടറൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രേഷൻ നമ്മൾ ഇത്തരത്തിലുള്ള സിമെൻറ്റ് യൂസ് ചെയ്തതിന് ശേഷമൊക്കെ നമ്മൾ നടത്താറുണ്ട് അല്ലേ. വാട്ടർ നനയ്ക്കുക അല്ലെങ്കിൽ വെള്ളം സർക്കുലേറ്റ് ചെയ്യുക, അതൊക്കെ നടത്തുന്നുണ്ട്. അത് ഇതുകൊണ്ടാണ്, ബിക്കോസ് ദിസ് ഹൈഡ്രേഷൻ റിയാക്ഷൻസ് ഡ്യൂറിങ് ദ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ആർ ഹൈലി എക്സോതെർമിക്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ട്രക്ചേഴ്സിനെയൊക്കെ കൂൾ ചെയ്യണം ഡ്യൂറിങ് ദ സെറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നനച്ചു കൊടുക്കണം എന്നൊക്കെ പറയില്ലേ, കുറച്ച് ദിവസത്തേക്ക് നനയ്ക്കണം. അതാണ് സ്പ്രിംഗ്ലിംഗ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് കോൾഡ് വാട്ടർ. അങ്ങനെ അതിന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടാലും മതി, കോൾഡ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യിച്ചാലും മതി. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള എക്സ്പാൻഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ക്രാക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കെട്ടിടത്തിലായാലും വീട്ടിലായാലും ഒക്കെ നമ്മൾ നനച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ബിക്കോസ് ദ ഹൈഡ്രേഷൻ റിയാക്ഷൻസ് ഡ്യൂറിങ് ദ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ആർ ഹൈലി എക്സോതെർമിക് and we have to cool down during this setting process, and this is done by either sprinkling water or by circulating cold water. Otherwise we get an uneven expansion and there will be the formation of cracks. Okay, then hardening follows setting and it may take years to complete all the reactions since it is a very slow process. ഇപ്പോൾ സെറ്റിങ് കഴിഞ്ഞാൽ പിന്നെ ഹാർഡനിങ് നടക്കുന്നു. അതൊക്കെ നടക്കാനായിട്ട് ധാരാളം വർഷങ്ങളൊക്കെ പിടിക്കും. എന്നാലാണ് കംപ്ലീറ്റ് ആ റിയാക്ഷൻ നടക്കുള്ളൂ. അത് വളരെ സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, ഇനി സിമെൻറ്റിൻ്റെ യൂസസ് എന്താണ്? നമുക്കറിയാം അല്ലേ. കൺസ്ട്രക്ഷൻ പർപ്പസസിനാണ് മെയിൻലി സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, ദെൻ ഫോർ പ്ലാസ്റ്ററിങ് ഓഫ് വാൾസ്, അതിനൊക്കെയാണ് മെയിനായിട്ട് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് കോൺക്രീറ്റും റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റും ഉണ്ടാക്കാനായിട്ട് സാധിക്കും.